ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 18-ാം അധ്യായം. ശ്രീശുക ഉവാച. പൃശ്നിസ്തു പത്നീ സവിദു സാവിത്രീം വ്യാഹൃതിം ത്രയീം അഗ്നിഹോത്രം പശൂം സോമം ചാതുർമാസ്യം മഹാമകാൻ സിദ്ധിർഭഗസ്യ ഭാര്യാംഗ മഹിമാനം വിഭും പ്രഭും ആശിഷം ച സ്വരാരോഹാം കന്യാം പ്രാസൂതസുവ്രതാം. ശ്രീശുകമുനി അരുളി ചെയ്തു. അതിഥിയുടെ 12 പുത്രന്മാരിൽ 4-മനായ തൊഷ്ടാവിൻ്റെ വംശം വിസ്തരിച്ചു പറഞ്ഞു. 5-മനായ വിവസ്വാൻ മുതൽക്കുള്ളവരുടെ വംശനിരൂപണമാണ് ഈ അധ്യായത്തിലെ വിഷയം. ആ പ്രസംഗമധ്യത്തിൽ ദിതിയുടെ ഗർഭധാരണവും മരുദേവന്മാരുടെ ഉത്പത്തിയും ഇവിടെ സവിശേഷം നിരൂപിക്കുന്നു. അതിഥിയുടെ 5-മത്തെ പുത്രനായ സവിതാവിൻ്റെ ഭാര്യയായ പൃശ്നിയിൽ സാവിത്രി, വ്യാഹൃതി, ത്രയി എന്നുപേരുള്ള മന്ത്രദേവതകളും അഗ്നിഹോത്രം, പശുയത്നം, സോമയാഗം, ചാതുർമാസ്യം, പഞ്ചയത്നങ്ങൾ എന്ന കർമ്മങ്ങളുടെ അഭിമാനി ദേവതകളായ പുത്രന്മാരും ജനിച്ചു. 6-മത്തെ പുത്രനായ ഭഗൻ്റെ പത്നിയായ സിദ്ധിയിൽ മഹിമാവ്, വിഭു, പ്രഭു എന്നുപേരായ പുത്രന്മാരും ഉത്തമയും ആശിസ് എന്നുപേരുള്ളവളുമായ കന്യകയും ജനിച്ചു. ധാതുക്കുഹുസിനി വാലി രാഗാചാനുമതിസ്തദാ സായം ദർശമധപ്രാതഃ പൂർണ്ണമാസമനുക്രമാത്. 7-മത്തെ പുത്രനായ ദാതാവിന് കുഹു, സിനിവാലി, രാഗ, അനുമതി എന്നുപേരായ 4 ഭാര്യമാരിൽ ക്രമേണ സായം, ദർശം, പ്രാതകാലം, പൂർണ്ണമാസം എന്ന കാലാഭിമാനികളായ 4 പുത്രന്മാരുണ്ടായി. അമാവാസ്യാഭിമാനിയായ ദേവതയ്ക്ക് കുഹു എന്നും കൃഷ്ണപക്ഷ ചതുർദശ്യഭിമാനിനിയായ ദേവതയ്ക്ക് സിനിവാലി എന്നും പൂർണ്ണമാസാഭിമാനിനിയായ ദേവതയ്ക്ക് രാഗ എന്നും ശുക്ലപക്ഷ ചതുർദശ്യഭിമാനിനിയായ ദേവതയ്ക്ക് അനുമതി എന്നും പേർ. ഇവരിൽ കുഹുവെന്ന ഭാര്യയിൽ സായങ്കാലത്തിൻ്റെ അഭിമാനി ദേവനായ സായം എന്ന പുത്രനും സിനിവാലിയിൽ ദർശം എന്ന പുത്രനും രാഗയിൽ പ്രാതകാലാഭിമാനി ദേവനും അനുമതിയിൽ പൂർണ്ണമാസൻ എന്ന പുത്രനുമുണ്ടായി. അഗ്നീൻ പുരുഷ്യാനാദത്ത ക്രിയായാം സമനന്തരഃ ചർഷിണീ വരുണസ്യാസീദ് യസ്യാം ജാതോ ഭൃഗു പുനഃ. 8-മത്തെ പുത്രനായ വിധാതാവിൻ്റെ ഭാര്യയായ ക്രിയ എന്നുപേരായ ദേവിയിൽ പുരീഷ്യന്മാരെന്നു പറയപ്പെടുന്ന 5 വിധം അഗ്നികൾ, അഗ്നഭിമാനി ദേവന്മാർ ജനിച്ചു. 9-മത്തെ പുത്രനായ വരുണൻ്റെ ഭാര്യയായ ചർഷണീ ദേവിയിൽ ആദിയിൽ ബ്രഹ്മപുത്രനായ ഭൃഗുമുനി 2-മത് അവതരിച്ചു. വാത്മീകിശ്ച മഹായോഗി വൽമീകാദഭവത് കില അഗസ്ത്യശ്ച വസിഷ്ഠശ്ച മിത്രാവരുണയോർ ഋഷി. മഹായോഗിയായ വാത്മീകിയും വരുണപുത്രനാകുന്നു. വാത്മീകത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ടാണ് വാത്മീകി എന്ന പേരുണ്ടായത്. ഭൃഗുവും വാത്മീകിയും വരുണൻ്റെ അസാധാരണ പുത്രന്മാരാകുന്നു എന്നാണ് പ്രസിദ്ധി. അഗസ്ത്യൻ, വസിഷ്ഠൻ എന്നുപേരായ 2 ഋഷികൾ മിത്രാവരുണന്മാരുടെ സാധാരണ പുത്രന്മാരാകുന്നു. ആരുടെ രേതസ്സിൽ നിന്ന് ആർ ജനിച്ചുവെന്ന് നിശ്ചയമില്ലാത്തതിനാൽ 2 പേരും 2 പേരുടെ പുത്രന്മാർ എന്ന അർത്ഥത്തിലാണ് സാധാരണ പുത്രന്മാരെന്ന് പറഞ്ഞത്. അങ്ങനെയല്ലാതെ ഇന്നവൻ ഇന്നവൻ്റെ പുത്രൻ എന്ന് നിശ്ചിതമായി വരുമ്പോൾ അസാധാരണ പുത്രൻ എന്നും പറയുന്നു. രേതസ്സിഷിചതു കുംഭേ ഉർവശ്യ സന്നിധൗ ദ്രുതം രേവത്യാം മിത്ര ഉത്സർഗമരിഷ്ടം പിപ്പലം വെദാത്. മിത്രാവരുണന്മാരുടെ സാധാരണ പുത്രന്മാരായത് എങ്ങനെ എന്നതിനെ വിവരിക്കുന്നു. മിത്രനും വരുണനും ഉർവശിയുടെ സന്നിധാനം നിമിത്തം മനക്ഷോഭത്തെ പ്രാപിച്ചതിനാൽ അവർ 2 പേർക്കും രേതസ്ഖലനമുണ്ടായി. ആ രേതസ്സിനെ 2 പേരും ഒരേ കുംഭത്തിൽ നിക്ഷേപിച്ചു. അതിൽ നിന്ന് അഗസ്ത്യ, വസിഷ്ഠന്മാർ ജനിച്ചതുകൊണ്ട് ഈ ഋഷികൾ 2 പേരും മിത്രാവരുണന്മാരുടെ സാധാരണ പുത്രന്മാരാകുന്നു. മിത്രൻ ഭാര്യയായ രേവതിയിൽ ഉത്സർഗൻ, അരിഷ്ടൻ, പിപ്പലൻ എന്ന 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ഇവർ 3 പേർ മിത്രൻ്റെ അസാധാരണ പുത്രന്മാരാകുന്നു. പൗലോമ്യമിന്ദ്ര ആദത്ത 3 പുത്രാനിതിന്യശ്രുതം ജയന്ത വൃഷഭം താതാ തൃതീയം മീഡുഷം പ്രഭു. അതിഥിയുടെ 11-മത്തെ പുത്രനും ദേവാധിപനുമായ ഇന്ദ്രൻ സ്വഭാര്യയായ പൗലോമിയിൽ ജയന്തൻ, ഋഷഭൻ, മീഡുഷൻ എന്നുപേരായ 3 പുത്രന്മാരെ ജനിപ്പിച്ചു. ഉരുക്രമസ്യ ദേവസ്യ മായാവാമനരൂപിണഃ കീർത്തൗ പത്ന്യാം ബൃഹശ്ചോളകസ്തസ്യാസൻ സൗഭഗാദയഃ. മായാശക്തിയാൽ വാമനനായി അവതരിച്ച ശേഷം 3 ലോകങ്ങളെ 3 അടിയായി അളന്നെടുത്ത ദേവൻ അതിഥിയുടെ 12-മത്തെ പുത്രനാകുന്നു.
ആ ദേവന് പത്നിയായ കീർത്തി എന്ന ദേവിയിൽ ബൃഹശ്ചോളകൻ എന്നു പേരായ പുത്രനുണ്ടായി. സൗഭകൻ മുതലായവർ ബൃഹശ്ചോളക പുത്രന്മാരാകുന്നു. തത്കർമ്മഗുണവീര്യാണി കാശ്യപസ്യ മഹാത്മനഃ പശ്ചാത് പശ്യാമഹേദിത്യാം യഥൈവാവതതാരഃ. വാമനാവതാര ചരിതം വിസ്തരിച്ച് കേൾക്കണമെന്നുള്ള രാജാഭിപ്രായമറിഞ്ഞ ശുകമുനി പറയുന്നു. മഹാത്മാവായ കശ്യപപുത്രൻ്റെ കർമ്മം, ഗുണങ്ങൾ, പരാക്രമങ്ങൾ എന്നിവയെയും അതിഥിയിൽ അവതരിച്ച ചരിത്രത്തെയും പിന്നീട് വിവരിച്ചു പറയാം. ആ അവതാരം മന്വന്തരത്തെ സംബന്ധിച്ചതാകയാൽ മന്വന്തര കഥാപ്രസംഗഘട്ടത്തിൽ പറയുന്നതാണ് സമുചിതം. യഥ കശ്യപദായാദാൻ ദൈദേയാൻ കീർത്തയാമിതേ എത്ര ഭാഗവത ശ്രീമാൻ പ്രഹ്ലാദോ ബലിരേവജ. കശ്യപന് അതിഥിയിലുണ്ടായ 12 പുത്രന്മാരുടെ വംശം പറഞ്ഞുവല്ലോ. ഇനിമേൽ കശ്യപൻ്റെ മറ്റൊരു ഭാര്യയായ ദിതിയിലുണ്ടായ സന്താനങ്ങളെ അങ്ങയോട് പറയാം. ആ വംശത്തിലാണ് മഹാഭക്തിശാലികളും ശ്രീമാന്മാരുമായ പ്രഹ്ലാദനും ബലിയും ജനിച്ചത്. ദിതേർദ്വാവേവദായാദൗ ദൈത്യദാനവവന്ദിതൗ ഹിരണ്യകശിപുർനാമ ഹിരണ്യാക്ഷശ്ച കീർത്തിതൗ. ദിതിക്ക് ആദ്യം ജനിച്ച പുത്രന്മാർ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നു പേരുള്ള 2 പേരാകുന്നു. ദൈത്യന്മാരും ദാനവന്മാരും ആ 2 പേരെ വന്ദിച്ചിരുന്നു എന്നുള്ള ചരിത്രം ഇതിനു മുമ്പ് ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിരണ്യകശിപോർ ഭാര്യ കയാദുർനാമദാനവി ജംബസ്യ തനയാ ദത്ത സുഷുവേ ചതുരസുതാൻ. ജംബപുത്രിയായ കയാദു എന്നു പേരായ ദാനവിയെ ഹിരണ്യകശിപുന് ഭാര്യയായിട്ട് ജംബൻ നൽകി. അവൾ 4 പുത്രന്മാരെ പ്രസവിച്ചു. സംഹ്ലാദം പ്രാഗനുഹ്ലാദം ഹ്ലാദം പ്രാഹ്ലാദമേവച തസ്സൊസാ സിംഹികാ നാമ രാഹും വിപ്രച്ചിതോ ഗ്രഹീത്. സംഹ്ലാദൻ, അനുഹ്ലാദൻ, ഹ്ലാദൻ, പ്രഹ്ലാദൻ എന്നാണ് ആ 4 പുത്രന്മാരുടെ നാമധേയങ്ങൾ. പ്രഹ്ലാദൻ്റെ സഹോദരി സിംഹിക എന്നവൾക്ക് ഭർത്താവായ വിപ്രജിത്തിയിൽ നിന്ന് രാഹു എന്നു പേരായ ഒരു പുത്രനുണ്ടായി. ശിരോഹരത് യസ്യ ഹരിഃ ചക്രേണ പിബതോമൃതം സംഹ്ലാദസ്യ കൃതിർഭാര്യ സൂതപഞ്ചജനം തതഃ. മദനം ചെയ്തു ലഭിച്ച അമൃതത്തെ വ്യാജേന ദേവസംഘത്തിൽ ചേർന്ന് പാനം ചെയ്ത രാഹുവിൻ്റെ ശിരസ്സിനെ ഭഗവാൻ ശ്രീഹരി ചക്രം കൊണ്ട് മുറിച്ചു. സംഹ്ലാദൻ്റെ ഭാര്യയായ കൃതി എന്നവൾ പഞ്ചജനൻ എന്നു പേരായ പുത്രനെ പ്രസവിച്ചു. ഹ്ലാദസ്യ ദമനിർഭാര്യ സൂതവാതാപിമില്വലം യോഗസ്ത്യായത്തൊദിതയേ പേജേ വാതാപിമില്വലഃ. ക്ലാദൻ്റെ ഭാര്യയായ ദമനി വാതാപിയെയും ഇല്ലുലനെയും പ്രസവിച്ചു. യാതൊരുവൻ അതിഥിയായിട്ട് ഗൃഹത്തിൽ വന്ന അഗസ്ത്യന് ആടിൻ്റെ രൂപം ധരിച്ച വാതാപിയെ ആഹാര പദാർത്ഥമായിട്ട് നൽകിയോ ആ വാതാപിയും ഇല്ലുനും ക്ലാദപുത്രന്മാരാകുന്നു. അനുഹ്ലാദസ്യ സൂർമ്യായാം ബാഷ്കളോ മഹിഷസ്തദാ വിരോചനസ്തു പ്രാഹ്ലാദിർ ദേവ്യാസ്തസ്യാഭവത് ബലിഃ. അനുഹ്ലാദൻ്റെ ഭാര്യയായ സൂർമ്യയിൽ ബാഷ്കളൻ, മഹിഷൻ എന്ന 2 പുത്രന്മാരുണ്ടായി. പ്രഹ്ലാദപുത്രൻ വിരോചനൻ, വിരോചനന് ദേവിയിൽ ബലി എന്ന പുത്രനുണ്ടായി. ബാണജ്യേഷ്ഠം പുത്രശതം അശനായാം തതോഭവത് തസ്യാനുഭാവസുശ്ലോക്യഃ പശ്ചാദേവാഭിദാസ്യതേ. ബലിയിൽ നിന്ന് അശനയിൽ 100 പുത്രന്മാരുണ്ടായി. ജ്യേഷ്ഠപുത്രനാണ് ബാണൻ. മഹാബലിയുടെ മാഹാത്മ്യം കീർത്തിക്കാൻ യോഗ്യതയുള്ളതാകുന്നു. അഷ്ടമസ്കന്ധത്തിൽ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നതാണ്. ബാണ ആരാധ്യ ഗിരിശം ലേബേ തദ്ഗണമുഖ്യതാം യത് പാർശ്വേ ഭഗവാനാസ്തേ യദ്ധ്യാഭിപുരപാലകഃ. ബാണൻ പരമേശ്വരനെ ആരാധിച്ചിട്ട് ശിവപാർഷദന്മാരിൽ മുഖ്യനെന്ന ഭാവത്തെ പ്രാപിച്ചു. ഭഗവാൻ ശ്രീശിവൻ ഇപ്പോഴും ബാണൻ്റെ പുരപാലകനായിട്ട് വസിക്കുന്നു. ഈശ്വരന് ബാണൻ്റെ പേരിലുള്ള വാത്സല്യം അതിശയം തന്നെ. മരുത്വശ്ചദിതേ പുത്രശ്ചത്വാരിംശന്നവാദിഗാഃ ത ആസന്ന പ്രജാ സർവേ നീത ഇന്ദ്രേണ സാത്മതാം. ദിതിപുത്രന്മാരായ മരുത്തുക്കൾ 49 പേരുണ്ട്. അവർക്ക് സന്താനമില്ല. ഇന്ദ്രൻ അവരെ ദേവന്മാരാക്കി തീർത്തു. രാജോവാച കഥം ത ആസുരം ഭാവ അബോഹ്യത്പത്തികം ഗുരോ ഇന്ദ്രേണ പ്രാപിതാ സാത്മ്യം കിം തത് സാധു കൃതം ഹിതൈഃ. രാജാവ് ചോദിച്ചു, ഹേ ഗുരു, ദിതിപുത്രന്മാരായ മരുത്തുക്കളുടെ ജന്മസിദ്ധമായ അസുരഭാവത്തെ തള്ളിക്കളഞ്ഞിട്ട് ദേവേന്ദ്രൻ അവരെ ദേവന്മാരാക്കുവാൻ എന്താണ് കാരണം?
അവർ ഇന്ദ്രനെ എന്തുപകാരം ചെയ്തു? ഇമേ ശ്രദ്ധദേ ബ്രഹ്മൻ ഋഷയോ ഹിമയാ സഹ പരിജ്ഞാനായ ഭഗവൻ തന്നോ വ്യാഖ്യാതുമർഹസി. ഈ സംഗതിയിൽ സംശയം എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള ഋഷിമാരും ഇതിൻ്റെ സൂക്ഷ്മം അറിയുവാൻ എന്നോടുകൂടി ഉത്സുകരായിരിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ജ്ഞാനസ്വരൂപനായ അങ്ങ് ഞങ്ങളോടത് വിസ്തരിച്ചു പറയണം. സൂത ഉവാച തദ്വിഷ്ണുരാധസ്യ സഭാധരായണിർവജോ നിശമ്യ ധൃതമൽപമർത്തവത് സഭാജയൻ സന്നിഭൃതേന ചേതസ ജഗാദസത്രായണ സർവദർശനഃ. സൂതൻ പറഞ്ഞു, ഹേ ശൗനകമുനെ, അക്ഷരം കുറഞ്ഞും അർത്ഥം അധികരിച്ചും ആദരപൂർവ്വം ഉച്ചരിച്ചതുമായ പരീക്ഷിത്തു രാജാവിൻ്റെ വാക്കുകേട്ട് സർവജ്ഞനായ ശ്രീശുകമുനി മനസ്സിൽ നിറഞ്ഞ ആനന്ദത്തോടെ രാജാവിനെ സത്കരിച്ചും കൊണ്ട് പറഞ്ഞു. ശ്രീശുക ഉവാച ഹതപുത്രാദിതിശക്രപാർഷണിഗ്രാഹേണ വിഷ്ണുന മന്യുന ശോകദീപ്തേന ജ്വലന്തി പര്യചിന്തയത്. ശ്രീശുകമുനി അരുളി ചെയ്തു, ഇന്ദ്രനെ സഹായിപ്പാൻ പുറപ്പെട്ട ഭഗവാൻ ശ്രീവിഷ്ണു ദിതിയുടെ പുത്രന്മാരായ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന രണ്ടുപേരെയും ഹനിച്ചപ്പോൾ ദുഃഖവും കോപവും ഒരുപോലെ ബാധിച്ചു ജ്വലിക്കുന്ന ദിതി ദീർഘമായി ആലോചന ചെയ്തു. കഥാനുഭ്രാതൃഹന്താരം ഇന്ദ്രിയാരാമമുൽബണം അക്ലിന്ന ഹൃദയം പാപം ഖാദയിത്വാ ശയേ സുഖം. ദിതിയുടെ ചിന്താസ്വരൂപത്തെ വിവരിക്കുന്നു. വിഷയസുഖങ്ങളിൽ രമിക്കുന്നവനും അതിനുവേണ്ടി സഹോദരന്മാരായ എൻ്റെ പുത്രന്മാരെ ഹനിപ്പാൻ തക്കവിധം ക്രൂര സ്വഭാവമുള്ള പാപിയും കഠിനഹൃദയനുമായ ഇന്ദ്രനെ ഹനിപ്പിച്ചിട്ട് എന്നാണ് ഞാൻ സുഖനിദ്രയെ അനുഭവിക്കുക? കൃമിവിഡ്ഭസ്മ സംജ്ഞാസീത് യസ്യേഷാഭിഹിതസ്യ ജ ബോധദൃക് തത്കൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യദഃ. രാജാക്കന്മാർ സ്വരക്ഷയ്ക്ക് വേണ്ടി ശത്രുക്കളെ വധിപ്പിക്കുകയും ചെയ്യുന്നത് പതിവല്ലയോ? അതിനവരെ ക്രൂരത എന്നും മറ്റും പറയാമോ എന്നുള്ള ശങ്കയെ പരിഹരിച്ചും കൊണ്ട് പറയുകയാണ്. ചക്രവർത്തികളെന്ന് പറയപ്പെട്ടിരുന്ന മഹാരാജാക്കന്മാർ മരിച്ചതിനു ശേഷം അവരുടെ ആ ശരീരത്തിനു തന്നെ 2-4 ദിവസം കഴിഞ്ഞാൽ കൃമിയെന്നു പേർ പറയും. നായ്ക്കളോ മറ്റോ ഭക്ഷിച്ചു കഴിഞ്ഞാൽ വിഷ്ടയെന്നായി പേർ. ദഹിപ്പിച്ചു കഴിഞ്ഞാൽ ഭസ്മവുമായി. ഇത്രത്തോളം നിസ്സാരമായ ശരീരത്തിനു വേണ്ടിയിട്ട് പ്രാണികളെ ദ്രോഹിക്കുന്ന പുരുഷൻ തൻ്റെ ഹിതത്തെ അറിയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഭൂതദ്രോഹം നിമിത്തം അവന് നരകമല്ലേ ലഭിക്കുന്നത്. ശരീരസുഖത്തിനു വേണ്ടി പരദ്രോഹം ചെയ്യുന്നവൻ അവനു തന്നെ ദോഷത്തെ ചെയ്യുന്നവനാകുന്നു. ദിതിയുടെ ഈ വിചാരം ന്യായമാണെന്ന് തോന്നാമെങ്കിലും ഇന്ദ്രനെ ഹനിപ്പാൻ മാർഗം ചിന്തിക്കുന്ന ദിതി ഈ തെറ്റുതന്നെ ചെയ്യുന്നതുകൊണ്ട് വാക്കിൽ മാത്രമുള്ള ജ്ഞാനം മനസ്സിലില്ലെന്ന് സ്പഷ്ടമാകുന്നു. പരദോഷം ചിന്തിക്കുന്ന ആളുകൾ ആ ദോഷം തന്നെ തങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നതായാൽ ലോകം എത്ര നന്നാകുമായിരുന്നു. സ്വപ്രവൃത്തിയെ സാധുവാക്കാൻ പരന്മാരിൽ ആരോപിക്കുന്ന ദോഷം തനിക്കുണ്ടോ എന്നാലോചിക്കണം. ആശാസാനസ്യ തസ്യേദം ധ്രുവമുന്നതചേതസഃ മദശോഷക ഇന്ദ്രസ്യ ഭൂയാത് ഏന സുദോഹിമേ. ഇതി ഭാവേന സാ ഭർതൃരാജചാരാ സഹൃത്പ്രിയം ശുശ്രൂഷയാനുരാഗേണ പ്രശ്രയേണ ദമേന ച. ഈ കാണപ്പെടുന്ന ലോകവിഷയസുഖം നശിക്കാത്തതാണെന്ന് വിചാരിച്ചും തനിക്ക് ചെയ്യുവാൻ സാധിക്കാത്തത് ഒന്നുമില്ലെന്നുള്ള ധിക്കാരത്തോടും പ്രവർത്തിക്കുന്ന ഇന്ദ്രൻ്റെ അഹന്തയെ നശിപ്പിക്കുവാൻ സമർത്ഥനായ ഒരു പുത്രൻ തനിക്ക് ഉണ്ടാവാൻ എന്തുപായം എന്നിങ്ങനെ ചിന്തിച്ച് ഭർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നുറച്ച ദിതി ഭർത്താവിനെ വശീകരിപ്പാൻ പരിശ്രമിച്ചു. വിനയം, അടക്കം, ശുശ്രൂഷ എന്നിവ വേണ്ട പോലെ അംഗീകരിച്ചും കൊണ്ട് ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കി പ്രവർത്തിച്ചു തുടങ്ങി. അദ്ദേഹത്തിൽ അത്യന്താനുരാഗത്തെ പ്രകാശിപ്പിച്ചു. തൻ്റെ സുഖങ്ങൾ ഒട്ടും നോക്കാതെ ഭർതൃപ്രിയം ആചരിക്കുന്നതിൽ എപ്പോഴും മനസ്സിരുത്തി. ഭക്ത്യാ പരമയാ രാജൻ മനോജ്ഞൈർവൽഗുഭാഷിതൈഃ മനോജഗ്രാഹഭാവജ്ഞ സുസ്മിതാപാംഗവീക്ഷണൈഃ. ഹേ രാജൻ, പരമപ്രേമപ്രകടനത്താലും മനോഹരങ്ങളായ മധുര സംഭാഷണങ്ങളാലും മന്ദഹാസ സഹിതമായ കടാക്ഷാവലോകനങ്ങളാലും ഭർത്താവിൻ്റെ മനോഗതി ഭേദങ്ങളെ അറിയുന്ന അവൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വശീകരിച്ചു. ഏവം സ്ത്രീയാ ജഡീഭൂതോ വിദ്വാനഭിവിദഗ്ധയാ ബാഡമിത്യാഹ വിവശോ നത്തച്ചിത്രം ഹിയോഷിതി. കപടനാട്യത്തിൽ നിപുണയായിരിക്കുന്ന സ്ത്രീ നിമിത്തം വിദ്വാനായിരിക്കുന്ന കശ്യപനും മോഹിച്ചു പരവശനായിട്ട്
നിന്റെ അഭിലാഷം സാധിപ്പിക്കാം എന്ന് പറഞ്ഞു. സ്ത്രീയിൽ ഇപ്രകാരമുള്ള സാമർഥ്യം ആശ്ചര്യമില്ല. ഈ കപടതന്ത്രം കാര്യം സാധിപ്പാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ സാധാരണമാണെന്ന് പറയുന്നു. വിലോക്യേകാന്തഭൂതാനി ഭൂതാന്യാദൗ പ്രജാപതി സ്ത്രിയം ചക്രേ സ്വദേഹാർദ്ധം യയാ പുംസാം മതിർഹൃദ. സൃഷ്ടിയുടെ പ്രാരംഭ സമയത്തിൽ സൃഷ്ടികർത്താവ് പ്രാണികൾ നിസ്സംഗന്മാരായിരിക്കുന്നത് കണ്ട് സ്വദേഹാർദ്ധാംശത്തെ സ്ത്രീരൂപമാക്കി തീർത്തു. അവൾ പുരുഷന്മാരുടെ ബുദ്ധിയെ മോഹിപ്പിച്ചു. സ്ത്രീ വിഷയസ്നേഹത്തെ പുരുഷന്മാരിൽ ജനിപ്പിച്ച് അവർ രണ്ടുപേരെയും സൃഷ്ടിയിൽ ഉത്സുകരാക്കി തീർത്തുവെന്ന് പറയുന്നു. ഏവം ശുശ്രൂഷിതസ്താത ഭഗവാൻ കശ്യപ സ്ത്രീയ പ്രഹസ്യ പരമപ്രീതോ ദിദിമാഹാഭിനന്ദ്യജ. ഹേ വത്സ, ജ്ഞാനാദിഗുണ പരിപൂർണം തന്നെയെങ്കിലും കശ്യപൻ ഇപ്രകാരം സ്ത്രീയാൽ ശുശ്രൂഷിക്കപ്പെട്ടപ്പോൾ ഏറ്റവും സന്തുഷ്ടനായി ഭവിച്ചു. ഒരു നാൾ മന്ദഹാസപൂർവം അഭിനന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു. കശ്യപ ഉവാച: വരം വരയവാമോരു പ്രീതസ്തേഹമനിന്ദിതേ സ്ത്രീയാ ഭർത്തരി സുപ്രീതേ കക്കാമയിഹ ചാഗമഹ. കശ്യപൻ അരുളി ചെയ്തു: സൗന്ദര്യാതിശയം കൊണ്ടും ആചാരശുദ്ധി കൊണ്ടും ഉത്തമയായിരിക്കുന്ന പ്രിയെ, ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. വരം വരിച്ചുകൊള്ളുക. ഭർത്താവ് സന്തുഷ്ടനായി ഭവിച്ചു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഇഹലോകത്തിലും പരലോകത്തിലും ലഭിപ്പാൻ കഴിയാത്തതായ ആഗ്രഹം എന്തിരിക്കുന്നു? പതിരേവ ഹി നാരീണാം ദൈവതം പരമം സ്മൃതം മാനസ സർവഭൂതാനാം വാസുദേവ ശ്രിയപതിഹി. ഭർത്താവിൻ്റെ പ്രീതി നിമിത്തം സ്ത്രീകൾക്ക് സകല കാമങ്ങളും സാധിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നു. സകല പ്രാണികളുടെയും മനസ്സിൽ വസിക്കുന്ന ശ്രീപതിയായ വാസുദേവനാണ് പരമോത്കൃഷ്ടനായ പരമേശ്വരൻ. സ്ത്രീകൾക്കാകട്ടെ ആ സാക്ഷാൽ വാസുദേവൻ അവരുടെ ഭർത്താവ് തന്നെ എന്നാണ് ശാസ്ത്രത്തിൽ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. സയേവ ദേവതാലിംഗൈർനാമരൂപ വികൽപിതൈഹി യുജ്യതേ ഭഗവാൻ പുംഭിഹി സ്ത്രീഭിശ്ച പതിരൂപദൃക്. ഒരു സ്ത്രീയുടെ ഭർത്താവ് കേവലം പ്രാകൃതനായ പുരുഷൻ. അയാൾ എങ്ങനെ സാക്ഷാൽ വാസുദേവനാകും എന്നുള്ള ശങ്ക പരിഹരിക്കുന്നു. ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ നാമധേയങ്ങളും വജ്രഹസ്തത്വാദി ചിഹ്നങ്ങളും വഹിച്ചിരിക്കുന്നു എന്നിങ്ങനെ ബഹുവിധത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദേവമൂർത്തി ഭേദങ്ങളെല്ലാം പരമാർത്ഥത്തിൽ സാക്ഷാൽ വാസുദേവ സ്വരൂപങ്ങളാകുന്നു. യാഗാദി കർമ്മങ്ങൾ കൊണ്ട് പുരുഷന്മാർ ആ ദേവനെ തന്നെ ആരാധിക്കുന്നു. സ്ത്രീകളും ഭർത്തൃസ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന ശ്രീ വാസുദേവനെ തന്നെ ശുശ്രൂഷാദികൾ കൊണ്ട് പൂജിക്കുന്നു. അവരവരുടെ അധികാരത്തെ അനുസരിച്ച് ചെയ്യുന്ന പൂജകൾ കൊണ്ട് ഭഗവാൻ പ്രസാദിക്കുകയും ചെയ്യുന്നു. തസ്മാത് പതിവ്രതാ നാര്യഃ ശ്രേയസ്കാമാസു മധ്യമേ യജന്തെ അനന്യഭാവേന പതിമാത്മാനമീശ്വരം. ഈ ശാസ്ത്രത്തെ അനുസരിച്ച് തന്നെ ലോകത്തിൽ സദാചാരവും കാണപ്പെടുന്നു. ഹേ സുന്ദരി, മേൽക്കാണിച്ച ശാസ്ത്രത്തെ അനുസരിച്ചു തന്നെ പരമബലത്തെ ആഗ്രഹിക്കുന്ന പതിവ്രതാ സ്ത്രീകൾ അവരുടെ ഹൃദയത്തിൽ പരമാത്മസ്വരൂപേണ വിളങ്ങുന്ന സർവേശ്വരൻ തന്നെ അവരുടെ ഭർത്താവായിട്ട് അവരെ പരിരക്ഷിക്കുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ഭർത്തൃ ശുശ്രൂഷകൾ ചെയ്ത് പരമബലത്തെ പ്രാപിക്കുന്നു. സോഹം ത്വയാർച്ചിതോ ഭദ്രേ ഈദൃഗ്ഭാവേന ഭക്തിദഃ തത്തേ സമ്പാദയേ കാമമസദീനാം സുദുർലഭം. ഹേ ശുഭചരിതേ, ഈശ്വരസ്വരൂപനായ ഞാൻ നിന്നാൽ പരമപ്രേമത്തോടും അനന്യഭാവത്തോടും കൂടി പൂജിക്കപ്പെട്ടതിനാൽ പതിവ്രതകളല്ലാത്ത സ്ത്രീകൾക്ക് ഏറ്റവും ദുർലഭമായിരിക്കുന്ന നിന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നുണ്ട്. ആവശ്യപ്പെട്ടുകൊള്ളുക. ദിതിരുവാച: വരദോ യതി മേ ബ്രഹ്മൻ പുത്രമിന്ദ്രഗണം വൃണേ അമൃത്യും മൃതപുത്രാഹം ഏന മേഘാദിതൗ സുതൗ. ദിതി പറഞ്ഞു: ഹേ ബ്രഹ്മജ്ഞാനിയായ ഭഗവൻ, അങ്ങെനിക്ക് വരം തരുന്നതിൽ സന്തുഷ്ടനായെങ്കിൽ ഇന്ദ്രനെ ഹനിക്കുന്നവനായ പുത്രനെ എനിക്ക് നൽകണം. ആ പുത്രന് മരണമില്ലാതെയും ഇരിക്കണം. ഇന്ദ്രൻ എൻ്റെ 2 പുത്രന്മാരെയും ഹനിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ പുത്രനില്ലാത്തവളായിരിക്കുന്നതെന്ന് അങ്ങേക്കറിയുമല്ലോ. എൻ്റെ ആ സങ്കടം നിമിത്തമാണ് ഞാൻ ഈ വരം യാചിക്കുന്നതെന്നും സർവജ്ഞനായ അങ്ങേക്കറിയാം. നിശമ്യ തദ്വജോ വിപ്രോ വിമന പര്യതപ്യത അഹോ അധർമ്മസു മഹാനദ്യമേ സമുപസ്ഥിതഃ. ദിതിയുടെ വാക്കുകേട്ട് കശ്യപൻ മനസ്സമാധാനമില്ലാതെ കഠിനമായി പരിതപിച്ചു. ഹാ കഷ്ടം! ദിതിയുടെ മനോരഥ പൂർത്തി വരുത്തുന്ന പക്ഷം ഇന്ദ്രൻ്റെ മരണം സംഭവിക്കും. ഇത്ര വലുതായ അധർമ്മമാണല്ലോ എന്നെ ബാധിപ്പാൻ പോകുന്നത്. അഹോ അദ്യേന്ദ്രിയാരാമോ യോഷിന്മയ്യേഹമായയ ഗൃഹീതചേതാ കൃപണഃ പതിഷ്യേ നരകേ ധ്രുവം. ഭഗവാന്റെ മായാശക്തി മനുഷ്യരെ മോഹിപ്പിക്കുന്ന സമ്പ്രദായത്തെ ആലോചിച്ച് ആശ്ചര്യപ്പെടുന്നു.
അതികഷ്ടം! ഇന്ദ്രിയ സുഖങ്ങളിൽ ആനന്ദിച്ച വിവേകശൂന്യനായ എന്നെ സ്ത്രീരൂപത്തിലിരിക്കുന്ന ഈശ്വരമായ വഞ്ചിച്ചു. എൻ്റെ മനസ്സിനെ സ്ത്രീ വശീകരിച്ചു. അതിൻ്റെ ബലമായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ നരകത്തിൽ പതിക്കും നിശ്ചയം. കോതിക്രമോനുവർത്തന്ത്യ സ്വഭാവമിഹയോഷിതഃ ദിങ്മാം ബദാംബുദം സ്വാർത്ഥേ യദഹം ത്വജിതേന്ദ്രിയഃ. ഭഗവാന്റെ മായാശക്തി സകലരെയും മോഹിപ്പിക്കുന്നത് സ്വഭാവമാകുന്നു. ലോകത്തിൽ സ്ത്രീ സ്വരൂപം പ്രത്യക്ഷമായിട്ടുള്ള മായാസ്വരൂപമാകുന്നു. അതുകൊണ്ട് മോഹിപ്പിക്കുക എന്നത് സ്ത്രീ സ്വഭാവം തന്നെ. അതിനെ അനുസരിച്ച് മോഹിപ്പിച്ചതിൽ അതിക്രമം ഇരിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെ ജയിക്കാതിരുന്ന എന്നെ തന്നെയാണ് ഈ കാര്യത്തിൽ നിന്ദിക്കേണ്ടത്. ശരത് പദ്മോത്സവം വക്ത്രം വപശ്ച ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാപം സ്ത്രീണാം കോ വേദചേഷ്ടിതം. സ്ത്രീകളുടെ മുഖം ശരത്കാലത്തിലെ താമരപ്പൂ പോലെ വികസിച്ചു മനോഹരമായിരിക്കും. വാക്ക് കാതുകളിൽ അമൃതധാര ചെയ്യുന്നത് പോലെ സന്തോഷജനകം. മനസ്സാകട്ടെ അന്യനെ ഹനിക്കുന്നതിൽ മൂർച്ചയുള്ള കത്തി പോലെ അത്യന്ത തീക്ഷ്ണമായിരിക്കും. ഇപ്രകാരമുള്ള സ്ത്രീകളുടെ വ്യാപാരഭേദത്തെ ആർക്കറിയാൻ സാധിക്കും? അറിയുവാൻ പ്രയാസമാണ്. നഹി കശ്ചിത് പ്രിയ സ്ത്രീണാം അഞ്ജസാ സ്വാശിഷാത്മനാം പതിം പുത്രം ഭ്രാതരം വാ ജ്ഞന്തിർത്തേ ഘാതയന്തി ച. സ്ത്രീകളുടെ ക്രൂര സ്വഭാവത്തെ പറയുന്നു. തങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിൽ മനസ്സിരുത്തുന്ന സ്വഭാവത്തോടുകൂടിയ സ്ത്രീകൾക്ക് അവരുടെ ആ കാര്യമൊന്നു മാത്രമല്ലാതെ മറ്റൊരുവനും പ്രിയനായിട്ടില്ല. കാര്യസാധ്യത്തിനു വേണ്ടി ഭർത്താവിനെയോ സഹോദരനെയോ പുത്രനെ തന്നെയോ ഹനിക്കുകയും ഹനിപ്പിക്കുകയും ചെയ്യും. പ്രതിശ്രുതം ദദാമീതി വജസ്തന്ന മൃഷാ ഭവേത് വദം നാർഹതി ചേന്ദ്രോപി തത്രേതമുപകൽപ്പതേ. ഇങ്ങനെ ആലോചിച്ച് പരിതപിച്ച ശേഷം സ്വകൃത്യം നിശ്ചയിക്കുന്നു. വരം തരാമെന്ന് പറഞ്ഞത് വ്യർത്ഥമാകാതെ ഇരിക്കണം. ഇന്ദ്രൻ ദേവേശ്വരനായതുകൊണ്ടും 3 ലോകങ്ങളുടെയും പ്രഭുവായതുകൊണ്ടും എൻ്റെ പുത്രനായതുകൊണ്ടും മരിക്കാതെയും ഇരിക്കുകയും വേണം. ഈ 2 സംഗതിയും സാധിപ്പാൻ ഈ വിധം പ്രവർത്തിക്കുന്നത് യോഗ്യമായിരിക്കും. ഈ വിധം എന്നു പറഞ്ഞതിൻ്റെ സ്വരൂപത്തെ പ്രത്യേകം കാണിച്ചിട്ടില്ല. എന്നാൽ പ്രകരണത്തിൽ നിന്ന് അതിൻ്റെ സ്വരൂപം ധരിക്കാം. വിഷ്ണുഭജന രൂപമായ ഒരു വ്രതത്തെ ഉപദേശിക്കാം. അതിനാൽ ഇവളുടെ ചിത്തശുദ്ധി സംഭവിക്കുമ്പോൾ ഇന്ദ്രനെക്കുറിച്ചുള്ള ക്രോധം ശമിക്കും. വ്രതമഹിമയാൽ പുത്രൻ നാശരഹിതനായി വരും. ദീർഘകാലം അനുഷ്ഠിക്കേണ്ട വ്രതത്തിന് ന്യൂനത സംഭവിച്ചു എന്ന് വന്നാലും നിഷ്ഫലമാകയില്ല. അഹിതമായ വരം ആവശ്യപ്പെട്ടതുകൊണ്ട് അതിനെ സാധിപ്പിക്കുന്നത് യോഗ്യമല്ലാത്തതിനാൽ ഉണ്ടാകുന്ന പുത്രൻ ഇന്ദ്രഹന്താവായി വരാതിരിക്കാം. വരപ്രാർത്ഥനയിൽ ഇന്ദ്രഹണം പുത്രം, ഇന്ദ്രഹന്താവായ പുത്രനെ എന്നിവൾ ഉപയോഗിച്ച ഹന്തി ധാതുവിന് ഗത്യർത്ഥം കൂടി ഉള്ളതുകൊണ്ട് ഇന്ദ്രനോടുകൂടി സഞ്ചരിക്കുന്ന പുത്രനായി വന്നാൽ പ്രാർത്ഥന ബലിച്ചുവെന്നും അർത്ഥാൽ സിദ്ധിക്കും. വ്രതം ക്രമത്തിൽ അനുഷ്ഠിക്കാത്തതുകൊണ്ട് തൻ്റെ ദോഷം തന്നെയാകയാൽ അന്യനെ കുറ്റപ്പെടുത്തുവാൻ ന്യായമില്ലെന്നുള്ള മനസ്സമാധാനവും ഇവൾക്കുണ്ടാവും. അതുകൊണ്ട് ദീർഘകാലം അനുഷ്ഠിക്കേണ്ടതായ വൈഷ്ണവ വ്രതം ഉപദേശിക്കാം. എന്നാൽ സർവവും ശോഭനമായി വരും എന്നാണ് കശ്യപൻ നിശ്ചയിച്ചത്. ഇതി സഞ്ചിന്യ ഭഗവാൻ മാരീച കുരുനന്ദന ഉവാച കിഞ്ചിത് കുപിത ആത്മാനം ച വിഗർഹയൻ. ജ്ഞാനാദി ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന കശ്യപൻ ഇപ്രകാരം ആലോചിച്ച ശേഷം ദിതിയുടെ ദൗഷ്ട്യത്തെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് അല്പം കോപത്തോടും അജിതേന്ദ്രനായിട്ട് സ്ത്രീവശനായി ഭവിച്ചതിനെക്കുറിച്ച് തന്നെത്താൻ നിന്ദിച്ചുകൊണ്ടും പറഞ്ഞു. കശ്യപ ഉവാച പുത്രസ്തേ ഭവിതാ ഭദ്രേ ഇന്ദ്രഃ ദേവബാന്ധവഃ സംവത്സരം വ്രതമിദം യദ്യഞ്ചോദാരയിഷ്യസി. കശ്യപൻ അരുളി ചെയ്തു, ഹേ അമംഗളെ, നിന്റെ വിചാരം ഹിംസാപരമായിരിക്കുന്നുവെങ്കിലും ആഗ്രഹിച്ച വരം തരാമെന്ന് ഞാൻ പറഞ്ഞു പോയതിനാൽ നിന്റെ അഭീഷ്ടം സാധിപ്പിക്കാം. ഞാൻ ഉപദേശിക്കുന്ന ഈ വൈഷ്ണവ വ്രതം 1 സംവത്സരക്കാലം ശരിയായി അനുഷ്ഠിക്കുന്നതായാൽ ഇന്ദ്രനെ ഹനിക്കുന്ന പുത്രൻ നിനക്കുണ്ടാകും. വ്രതത്തിൽ ന്യൂനത സംഭവിച്ചാൽ വൈഷ്ണവ വ്രതമായതുകൊണ്ട് തീരെ നിഷ്ഫലമാകയില്ല. പക്ഷേ ജനിക്കുന്ന പുത്രൻ നിന്റെ ഇഷ്ടത്തിന് വിരോധമായി ദേവബന്ധുവായി വരും. പുത്രലാഭത്തിൽ സംശയമില്ല. ദിതിരുവാച ധാരയിഷ്യേ വ്രതം ബ്രഹ്മൻ ബ്രൂഹി കാര്യാണി യാനി മേ യാനി ചേഹ നിഷിദ്ധാനി നവ്രതം ഗ്രന്ഥിയാനുത. ദിതി പറഞ്ഞു, ഹേ ബ്രഹ്മൻ, ഞാൻ ആ വ്രതത്തെ ശരിയായി അനുഷ്ഠിച്ചു കൊള്ളാം. ആ വ്രതത്തിൽ അവശ്യം അനുഷ്ഠിക്കേണ്ടുന്ന സംഗതികളേവ, അനുഷ്ഠിക്കാതിരിക്കേണ്ടവ എന്തെല്ലാം, അനുഷ്ഠിപ്പാൻ വിരോധമില്ലാത്തവ ഏതെല്ലാം, ഈ വക സകല സംഗതികളും എന്നോട് പറയണം. കശ്യപ ഉവാച ന ഹിംസ്യാദ്ഭൂതജാതാനി ന ശബേന നിർദ്ധം വദേത് ന ചിന്ത്യാന്നകരോമാണി ന സ്പൃശേയതമംഗളം.
കശ്യപൻ അരുളി ചെയ്തു, 31 സംഗതികൾ നിഷേധിക്കണമെന്ന് ഉപദേശിക്കുന്നു. യാതൊരു ജീവികളെയും ഉപദ്രവിക്കരുത്, ആരെയും ശപിക്കരുത്, കളവു പറയരുത്, നഖങ്ങളും രോമങ്ങളും മുറിക്കരുത്, അമംഗള പദാർത്ഥങ്ങളായ മനുഷ്യാസ്ഥി മുതലായവ തൊടരുത്. ന അപ്സുസ്നായാൻ ന കുപ്യേത ന സംഭാഷേത ദുർജനൈഃ ന വസീദാദൗദവാസഃ സ്രജം ച വിധൃതാം ക്വചിത്. ജലത്തിൽ ഇറങ്ങി കുളിക്കരുത്, ആരോടും കോപിക്കരുത്, ദുർജനങ്ങളോട് സംഭാഷണം ചെയ്യരുത്, അലക്കാത്ത വസ്ത്രം ധരിക്കരുത്, ഒരിക്കൽ ധരിച്ച പൂമാല രണ്ടാമത് ധരിക്കരുത്. ഇപ്പറഞ്ഞ നിഷേധങ്ങൾ 10 സാധാരണങ്ങളാകുന്നു. ഇവ എല്ലാവിധം വ്രതങ്ങൾക്കും ദീക്ഷിക്കേണ്ട സംഗതികളാണ്. നോച്ഛിഷ്ടം ചണ്ഡികാന്നം ച നാമിഷം വൃഷളാഹൃതം ഭുഞ്ജീതോദക്യയാ ദൃഷ്ടം പിബേദഞ്ജലിനാ ത്വബഃ. ഭക്ഷണത്തെ സംബന്ധിച്ച് 5 നിഷേധങ്ങൾ ഉപദേശിക്കുന്നു. ഭദ്രകാളിക്ക് നിവേദിച്ചതോ ഉറുമ്പ് മുതലായ പ്രാണികളുടെ സ്പർശത്താൽ ദുഷിച്ചതോ ആയ അന്നം ഭുജിക്കരുത്. പ്രാണി ഹിംസകന്മാർ കൊണ്ടുവരുന്ന മാംസം ഭുജിക്കരുത്. രജസ്വലയായ സ്ത്രീയാൽ കാണപ്പെട്ട പദാർത്ഥം ഭുജിക്കരുത്. കൈകൊണ്ടെടുത്ത് വെള്ളം കുടിക്കരുത്. നോച്ഛിഷ്ട സ്പൃഷ്ട സലില സന്ധ്യായാം മുക്തമൂർധജ അനർച്ചിത സംയതവാങ് നാസംവീത ബഹിശ്ചരേത്. പുറത്തു സഞ്ചരിക്കുന്ന സമയം വർജിക്കേണ്ട 7 സംഗതികൾ പറയുന്നു. മുഖശുദ്ധി ചെയ്യാതെ പുറത്തേക്ക് പോകരുത്, കൈകാലുകൾ കഴുകാതെ ഇരിക്കരുത്, സന്ധ്യയിൽ തലമുടി അഴിച്ചിട്ട് സഞ്ചരിക്കരുത്, ആഭരണാദികൾ ധരിക്കാതെ പുറമേ പോയിക്കൂടാ, വാക്കുകൾ അടക്കാതെയും ദേഹം മറയ്ക്കാതെയും പുറത്തു പോകരുത്. നാദൗദപാദ പ്രയത നാർദ്രപാനോ ഉദക്ഷിരാഹ ശയീതന പരാംഗ നാന്യേർണ നഗ്നാനജ സന്ധ്യയോഹോ. ശയനസമയത്തിൽ വർജിക്കേണ്ടതായ 8 സംഗതികൾ. കാൽ കഴുകാതെയും മനസ്സിനെ ഏകാഗ്രമാക്കാതെയും നനഞ്ഞ പാദത്തോടുകൂടിയും വടക്കും പടിഞ്ഞാട്ടും തലവെച്ചുകൊണ്ടും അന്യ സ്ത്രീജനങ്ങളോടുകൂടിയും പ്രാതസന്ധ്യ സായം സന്ധ്യ എന്നീ 2 സന്ധ്യകളിലും ശയിക്കരുത്. ദൗദവാസ ശുചിർ നിത്യം സർവമംഗള സംയുത പൂജയേത് പ്രാതരാശാത് പ്രാഗ് ഗോവിപ്രാൻ ശ്രിയമച്യുതം. അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ 2 പദ്യം കൊണ്ട് ഉപദേശിക്കുന്നു. നിത്യം അലക്കിയ വസ്ത്രം ധരിച്ച് ശുചിയായിരിക്കണം. പൂജാസാധനങ്ങളായ പുഷ്പം, ചന്ദനം, കുങ്കുമം മുതലായ മംഗളപദാർത്ഥങ്ങൾ ധരിച്ചിരിക്കണം. കാലത്ത് ഭക്ഷണത്തിനു മുമ്പ് പശുക്കൾ, ബ്രാഹ്മണർ, ശ്രീദേവി, ശ്രീ മഹാവിഷ്ണു എന്നിവരെ നിത്യവും പൂജിക്കണം. സ്ത്രീയോ വീരവതീശ്ചാർച്ചേത് സ്രഗന്ധബലിമണ്ഡനൈഃ പതിം ചാർച്ചോപതിഷ്ഠേത ധ്യായേത് കോഷ്ടഗതം ചതം. മംഗല്യവതികളായ സ്ത്രീകൾക്ക് പൂമാല, ചന്ദനം, നൈവേദ്യം, അലങ്കാര പദാർത്ഥങ്ങൾ എന്നിവ കൊടുത്തു പൂജിക്കണം. സ്വഭർത്താവിനെയും സാദരം പൂജിച്ച് സ്തുതിക്കുകയും അദ്ദേഹം തൻ്റെ ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ധ്യാനിക്കുകയും വേണം. സംവത്സരം പുംസവനം വ്രതമേതദ വിപ്ലുതം ധാരയിഷ്യസി ചേത്യുഭ്യം ശക്രഃ ഭവിതാ സുതഃ. പുത്രോത്പത്തികരമായ ഈ വ്രതം മുടക്കം കൂടാതെ വിധിപ്രകാരം 1 സംവത്സരം കാലം അനുഷ്ഠിക്കുന്ന വർഷം ഇന്ദ്രനെ ഹനിക്കുന്ന പുത്രൻ നിനക്കുണ്ടാകും. നിയമങ്ങൾക്ക് വൈകല്യം സംഭവിച്ചാൽ പുത്രൻ ഇന്ദ്രബന്ധുവുമാകും എന്ന് സൂചിപ്പിക്കുവാനാണ് ധാരയിഷ്യസി ചേത് എന്ന് പറഞ്ഞത്. ബാഡമിത്യഭിപ്രേത്യാദ ദിതിരാജൻ മഹാമനാഹ കാശ്യപം ഗർഭമാദത്ത വ്രതം ചാഞ്ചോ ദദാരസ. അങ്ങനെ തന്നെ എന്ന് ദിതി സമ്മതിച്ചു. ഈ വ്രതം ഞാൻ ശരിക്കു നടത്തും. ഇന്ദ്രഹന്താവായ പുത്രൻ എനിക്കുണ്ടാകുകയും ചെയ്യും എന്നോർത്തു സന്തോഷിച്ചു. ഹേ രാജൻ, കശ്യപ സംബന്ധിയായ വീര്യത്തെ ഗർഭത്തിൽ ധരിച്ചു ഈ വ്രതത്തെ ശരിക്ക് അനുഷ്ഠിക്കുവാൻ ഒരുങ്ങുകയും ചെയ്തു. മാതൃശ്വസുരഭിപ്രായമിന്ദ്ര ആജ്ഞായമാനദ ശുശ്രൂഷേനാശ്രമസ്താം ദിതിം പര്യചരത് കവിഃ. ആശ്രയിച്ചവർക്ക് മാനത്തെ നൽകുന്ന ഹേ രാജാവേ, ഇന്ദ്രൻ ഇളയമ്മയുടെ പുറപ്പാട് ഇന്ന വഴിക്കാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തനിക്ക് നേരിടുവാൻ പോകുന്ന ആപത്തിനെ ഇല്ലാതെയാക്കണമെങ്കിൽ ഇളയമ്മയുടെ അനുഗ്രഹം തന്നെ ലഭിക്കണമെന്ന് കണ്ട് ഉടനെ ആശ്രമത്തിൽ വന്ന് ഇളയമ്മയെ മനസ്സിരുത്തി ശുശ്രൂഷിക്കുവാൻ തുടങ്ങി. മാതൃ സഹോദരിയായ ദിതിക്ക് വ്രതത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഒരുക്കിക്കൊടുക്കുക മുതലായ പ്രവർത്തികൾ ജാഗ്രതയായി നടത്തി. നിത്യം വനാത് സുമനസഹ ബലമൂല സമിത്കുശാൻ പത്രാങ്കുരമൃതോപശ്ച കാലേ കാല ഉപാഹരത്. ഇന്ദ്രൻ ചെയ്ത പരിചര്യയെ വിവരിക്കുന്നു. എല്ലാ ദിവസവും കാട്ടിൽ ചെന്ന് പൂജയ്ക്ക് വേണ്ടുന്ന പുഷ്പം, ബലം, മൂലം, സമിത്ത്, ഇല, ദളം, മൃത്ത്, ജലം മുതലായ പദാർത്ഥങ്ങൾ സമയോചിതം പോലെ കൊണ്ടുവന്നു കൊടുത്തു. ഏവം തസ്യ വ്രതസ്ഥായ വ്രതഛിദ്രം ഹരിർ നൃപ
പ്രേപ്സു പര്യചരജിമ്മോ മൃഗഹേവ മൃഗാകൃതി. ഇപ്രകാരം വ്രതം ദീക്ഷിച്ചിരിക്കുന്ന ദിതിയുടെ വ്രതത്തിന് വിഘ്നം വരുത്തുവാനുള്ള അവസരം എപ്പോൾ സിദ്ധിക്കുമെന്നുള്ള വിചാരം ഉള്ളിലും പുറമേ ഭക്തിയും ഭാവിച്ചും കൊണ്ട് മൃഗാകൃതിയെ ധരിച്ചിരിക്കുന്ന വേടൻ മൃഗത്തെ ഹിംസിപ്പാനുള്ള അവസരം പാർത്തുകൊണ്ട് മൃഗത്തോട് ചേർന്ന് വസിക്കുന്നതുപോലെ ഇന്ദ്രൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദിതിയുടെ സമീപത്തിൽ വസിച്ചു. നാദ്യഗച്ഛത് വ്രതഛിദ്രം തത്പരോധ മഹീപദേ ചിന്താം തീവ്രാം ഗതശക്രഹ കേന മേ സ്യാച്ചിവം ത്യുഹ. ഹേ രാജൻ, അതിൽ തന്നെ മനസ്സിരുത്തിയിട്ടും വ്രതവിഘ്നം വരുത്തുവാൻ അവസരം കിട്ടാതെ വന്നപ്പോൾ ഈ സങ്കടത്തിൽ നിന്ന് നിവർത്തിപ്പാനുള്ള മാർഗമെന്താണെന്ന വിചാരം ഇന്ദ്രൻ അധികരിച്ചു. ഏകദാ സാധു സന്ധ്യായാം ഉച്ഛിഷ്ടാവ്രതകർഷിത അസ്പൃഷ്ടവാര്യദൗദാംഗൃഹി സുഷ്വാഭവിധിമോഹിത. ഇന്ദ്രൻ ചിന്താതുരനായിരിക്കുമ്പോൾ ഒരു ദിവസം ദിതി ജലസ്പർശം ചെയ്ത് കൈകാൽ ശുദ്ധി വരുത്താതെ അശുചിയായിട്ട് സന്ധ്യാസമയത്തിൽ ഉറങ്ങി. വ്രതം നിമിത്തമുള്ള ക്ഷീണവും പ്രാരബ്ധ ശക്തിയുമാണ് ഇതിനു കാരണം. ലബ്ധ്വാ തദന്തരം ശക്രോ നിദ്രാപഹൃതചേതസഃ ദിദേ പ്രവിഷ്ട ഉദരം യോഗേശോ യോഗമായയാ. അശുചിയോടുകൂടി സന്ധ്യാസമയത്തിൽ ഉറങ്ങുന്ന അവസരം സിദ്ധിച്ച ഉടനെ ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന ദിതിയുടെ അന്തർഭാഗത്തിൽ ഇന്ദ്രൻ പ്രവേശിച്ചു. സ്വശരീരം ചെറുതാക്കി ഉദരാന്തർഭാഗത്തിൽ പ്രവേശിക്കുവാൻ തക്ക യോഗസാമർഥ്യം ഇന്ദ്രനുണ്ട്. പരകായ പ്രവേശ സാമർഥ്യം യോഗത്താൽ ലഭിക്കുന്ന സിദ്ധികളിലൊന്നാകുന്നു. ചകർത്ത സപ്തദാഗർഭം വജ്രേണ കനകപ്രഭം രുദന്തം സപ്തദൈകൈകം മാരോദീരിതിതാൻ പുനഃ. വ്രതമാഹാത്മ്യത്താലും ബീജശുദ്ധിയാലും സ്വർണം പോലെ പ്രകാശിക്കുന്ന ഗർഭത്തെ ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് 7 ഖണ്ഡമാക്കി. ഓരോ ഖണ്ഡവും കരഞ്ഞു തുടങ്ങി. കരയരുത് കരയരുത് എന്ന് പറഞ്ഞ് ലാളിക്കുന്ന വിധത്തിൽ പിന്നെയും ഓരോ ഖണ്ഡത്തെ 7 ഖണ്ഡങ്ങളാക്കി. തേ തമോജു പാട്യമാനാഹ സർവേ പ്രാഞ്ജലയോ നൃപ നോ ജിഗാംസസി കിമിന്ദ്ര ഭ്രാതരോ മരുതസ്തവ. ഇന്ദ്രനാൽ ഇപ്രകാരം മുറിക്കപ്പെടുന്നവരെല്ലാവരും ശിരസിൽ കൈകൾ വെച്ച് തൊഴുതുകൊണ്ട്, ഹേ ഇന്ദ്ര, അങ്ങയുടെ സഹോദരന്മാരും മരുത്തുക്കളുമായ ഞങ്ങളെ എന്തിനായിട്ടാണ് ഹിംസിപ്പാൻ ഇച്ഛിക്കുന്നത് എന്ന് ചോദിച്ചു. മാ ബൈഷ്ടഭ്രാതരോ മഹ്യം യൂയമിത്യാഹ കൗശികഃ അനന്യഭാവാൻ പാർഷദാൻ ആത്മനോ മരുതാം ഗണാൻ. നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണെങ്കിൽ ഭയപ്പെടേണ്ട, നിങ്ങളെ ഹിംസിക്കുകയില്ല എന്ന് ഇന്ദ്രൻ അവരോട് പറഞ്ഞു. എന്നാൽ എന്തിനായിട്ട് ഖണ്ഡം ഖണ്ഡമാക്കി? ഇപ്പോൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്ന ശങ്കയ്ക്ക് സമാധാനം പറയുന്നു. ഏകാന്തഭാവത്തോടുകൂടി തന്നെ സേവിക്കുന്ന മരുദ്ഗണങ്ങൾ തന്നെ ഇവരെന്ന് നിശ്ചയിപ്പാൻ ഇപ്പോൾ മാത്രമേ ഇന്ദ്രന് കഴിവുണ്ടായുള്ളൂ. നമമാരതിദേർഗർഭഃ ശ്രീനിവാസാനുകമ്പയ ബഹുധാ കുലിശക്ഷുണ്ണോ ദ്രൗണ്യസ്ത്രേണ യഥാ ഭവാൻ. വജ്രായുധത്താൽ അനേകമായി ഖണ്ഡിക്കപ്പെട്ടിട്ടും ദിതിയുടെ ഗർഭത്തിന് നാശം സംഭവിച്ചില്ല. ശ്രീഹരിയുടെ കാരുണ്യം തന്നെ അതിനു കാരണം. അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ഭഗവാന്റെ കാരുണ്യം അങ്ങയെ സംരക്ഷിച്ചതായ അനുഭവമുണ്ടല്ലോ. സഹൃഷ്ട്വാദിപുരുഷം പുരുഷോ യാതി സാമ്യതാം സംവത്സരം കിഞ്ചിദൂനം ദിത്യായദ്ധരിരർച്ചിതഃ സജൂരിന്ദ്രേണ പഞ്ചാശ ദേവാസ്തേ മരുതോ ഭവാൻ വ്യബോഹ്യമാതൃദോഷം തേ ഹരിണാ സോമപാകൃതാഃ. യാതൊരു ഭഗവാനെ ഒരിക്കൽ പൂജിച്ച പുരുഷൻ ഭഗവത് സാമ്യത്തെ പ്രാപിക്കുന്നുവോ ആ ഭഗവാനെ ദിതി ഏകദേശം 1 സംവത്സരക്കാലം പൂജിച്ചുവല്ലോ. അതിനാൽ ദിതിയുടെ ഗർഭം നശിക്കാഞ്ഞതിൽ ആശ്ചര്യമില്ല. ദിതിപുത്രന്മാരായ ആ മരുത്തുക്കൾ 49 പേർ ഇന്ദ്രനോടുകൂടി യോജിച്ച് 50 പേരായി ഭവിച്ചു. അമ്മയുടെ വംശപ്രകാരം ഇവർ ദൈത്യന്മാരാണെങ്കിലും ആ ദോഷത്തെ ദൂരീകരിച്ച് അവരെ ഇന്ദ്രൻ സോമപാനാർഹന്മാരാക്കി തീർത്തു. ദിതിരുത്തായ ദദൃശേ കുമാരാനനലപ്രഭാൻ ഇന്ദ്രേണ സഹിതാൻ ദേവി പര്യതുഷ്യത നിന്ദിത. ദിതി ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് അഗ്നി പോലെ പ്രകാശിക്കുന്ന പുത്രന്മാർ ഇന്ദ്രനോടുകൂടി ബന്ധുഭാവത്തെ വഹിച്ചു നിൽക്കുന്നത് കണ്ട് സന്തോഷിച്ചു. ഇന്ദ്രനെ വധിപ്പാനായിട്ടാണ് പുത്രവരം വാങ്ങിയത്. ഇപ്പോൾ അവർ ഇന്ദ്രബന്ധുക്കളായിരിക്കുന്നത് കണ്ടിട്ട് സന്തോഷിച്ചത് എങ്ങനെയെന്നു ശങ്കിക്കേണ്ട. വിഷ്ണുഭജനം നിമിത്തം ദിതിയുടെ അന്ധക്കരണം പരിശുദ്ധമായി. അതിനാൽ ഇന്ദ്രനെക്കുറിച്ചുണ്ടായിരുന്ന വിരോധഭാവം നശിച്ചു. അതിനാൽ സന്തോഷിച്ചു. അധേന്ദ്രമാഹതാദാഹമാദിത്യാനാം ഭയാവഹം അപത്യമിച്ഛന്ത്യപരം വ്രതമേതത് സുദുഷ്കരം. സന്തുഷ്ടയായ ദിതി കപടം കൂടാതെ ഇന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു. ഹേ വത്സ, അതിഥിപുത്രന്മാരായ നിങ്ങൾക്ക് ഭയം ജനിപ്പിക്കുവാൻ യോഗ്യനായ പുത്രന് ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്
ഏറ്റവും കഠിനമായ ഈ വ്രതം ഞാൻ അനുഷ്ഠിച്ചത്. ഏകസങ്കൽപ്പിതപുത്ര സപ്ത സപ്താഭവൻ കഥം യതി തേ വിദിതം പുത്ര സത്യം കഥയമാമൃഷ. മകനെ, ഞാൻ ഒരു പുത്രനുണ്ടാകണമെന്നാണ് സങ്കല്പിച്ചത്. 49 പേരുണ്ടായതെങ്ങനെ? ഇതിൻ്റെ കാരണം നിനക്കറിയുമെങ്കിൽ എന്നോട് സത്യം പറയുക, മറച്ചു വയ്ക്കരുത്. ഇന്ദ്രൗവാച അംബതേഹം വ്യവസിതമുപധാര്യാഗതോന്തികം ലബ്ധാന്തരോചിതം ഗർഭം അർത്ഥബുദ്ധിർന ധർമ്മവിത്. ഇന്ദ്രൻ പറഞ്ഞു. നിഷ്കപടമായി കാര്യം പറഞ്ഞ ദിതിയോട് ഇന്ദ്രൻ പരമാർത്ഥം പറയുന്നു. ഹേ മാതാവേ, അങ്ങയുടെ സങ്കല്പം അറിഞ്ഞിട്ടാണ് ഞാൻ സന്നിധിയിൽ വന്നു ചേർന്നത്. വ്രതവിഘ്നാവസരം നോക്കിക്കൊണ്ടു തന്നെയിരുന്നു. അവസരം ലഭിച്ചപ്പോൾ യോഗശക്തിയ ഗർഭത്തിൽ പ്രവേശിച്ചു. അതിനെ വജ്രത്താൽ ഖണ്ഡിച്ചു. ഗർഭച്ഛേദം പാപമല്ലയോ എന്നുള്ള ധർമ്മചിന്ത കാര്യാതുരന്മാർക്കുണ്ടാകുക പതിവില്ല. കൃത്തോമേ സപ്തദാ ഗർഭ ആസൻ സപ്തകുമാരഗാഹ തേബി ചൈകൈകശോ വൃക്ണാഹ സപ്തദാ നാഭിമമൃരേ. ഗർഭത്തെ ഞാൻ 7ആയിട്ട് മുറിച്ചു. അപ്പോൾ 7 കുമാരന്മാരായി തീർന്നു. പിന്നെയും അവരിൽ ഓരോരുത്തരെയും 7 ഖണ്ഡിച്ചു. എന്നിട്ടും മരിച്ചില്ല. തതസ്തത് പരമാശ്ചര്യം വീക്ഷ്യാദ്യവസിതം മയാ മഹാപുരുഷപൂജായ സിദ്ധികാപ്യനുഷംഗിണി. അനേകമായി ഖണ്ഡിക്കപ്പെട്ടിട്ടും അവർ മരിക്കാതിരിക്കുന്ന ആശ്ചര്യത്തെ കണ്ടപ്പോൾ ആദിപുരുഷനായ ശ്രീനാരായണനെ പൂജിച്ചതുകൊണ്ട് സിദ്ധിച്ച അവാന്തര ബലത്തിൻ്റെ മാഹാത്മ്യമാണിതെന്ന് ഞാൻ ചിന്തിച്ചു. ഈശ്വരനെ പൂജിച്ചതിൻ്റെ പ്രധാന ബലം ഇതല്ല. ഇത് സങ്കല്പിക്കാതെ തന്നെ ഇടയ്ക്ക് ലഭിച്ച ബലമാണ്. അപ്പോൾ പ്രധാന ബലത്തിൻ്റെ മഹിമയെ നിശ്ചയിപ്പാൻ ആർക്കു സാധിക്കുമെന്നുള്ള ആശ്ചര്യമാണ് എനിക്കുണ്ടായത്. ആരാധനം ഭഗവത ഈഹമാന നിരാശിഷഃ ഏതു നേച്യന്ത്യപിപ്പരം തേ സ്വാർത്ഥകുശലാ സ്മൃതാഃ. യാതൊരുത്തർ യാതൊന്നും മോക്ഷം പോലും ആഗ്രഹിക്കാതെ ഭഗവാനെ പൂജിക്കുന്നുവോ അവരാണ് സ്വകാര്യം സാധിപ്പാൻ സമർത്ഥന്മാരെന്ന് ശാസ്ത്രത്താൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ ലീലാവൈഭവത്തെ സാക്ഷാത്തായി അറിഞ്ഞ് ആനന്ദിക്കുന്നത് തന്നെ പരമബലം. ഓരോ ബലത്തെ ആഗ്രഹിക്കുന്നവർക്ക് ആ പരമബലം ലഭിക്കുന്നില്ല. മോക്ഷത്തെ കൂടി ആഗ്രഹിക്കാതെ ഭജിക്കുന്ന ഭക്തന്മാർ തന്നെ ഭഗവൻ മാഹാത്മ്യത്തെ പൂർണ്ണമായി അറിയുന്നവർ എന്ന് ശാസ്ത്രം നിശ്ചയിച്ചത് ഇതുകൊണ്ട് തന്നെയാണെന്നും ഞാൻ ധരിച്ചു. ആരാധ്യാത്മപ്രദം ദേവം സ്വാത്മാനം ജഗതീശ്വരം കോ വൃണീതേ ഗുണസ്പർശം ബുധസ്യാന്നരകേബിയത്. സ്വഭക്തന്മാർക്ക് തൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നവനും മായയാൽ സൃഷ്ടിയാദി ബഹുവിധ ലീലകൾ നടത്തുന്നവനും സകലരിലും ആത്മാവായിരിക്കുന്നവനുമായ ജഗദീശ്വരനെ പൂജിച്ചിട്ട് ശബ്ദസ്പർശാദി വിഷയസുഖങ്ങളെ ആഗ്രഹിക്കുന്നവൻ അറിവുള്ളവനല്ല നിശ്ചയം. സൂകരാദികൾക്കും കൂടി വിഷയസുഖം ലഭിക്കുന്നുണ്ട്. ഈശ്വരഭക്തനും ഈ സുഖങ്ങളെ തന്നെ ആഗ്രഹിക്കുന്ന പക്ഷം മൃഗങ്ങൾക്കും അവനും തമ്മിൽ എന്തു ഭേദം? തദിദം മമ ദൗർജന്യം ബാലിശസ്യ മഹീയസി ഷന്തുമർഹസി മാതസ്ത്വം ദിഷ്ട്യാ ഗർഭോ മൃദോത്തിദഃ. അതുകൊണ്ട് ഹേ മാതാവേ, പൂജിയായ അങ്ങയിൽ ഞാൻ ചെയ്ത ഈ അപരാധം ക്ഷമിക്കണം. അറിവില്ലാത്ത മകൻ ചെയ്ത കുറ്റത്തെ ക്ഷമിക്കുന്നതാണ് മാതാവിന് യോഗ്യത. ഞാൻ ഗർഭത്തെ നശിപ്പിച്ചാലും ഭാഗ്യത്താൽ അത് നശിച്ചില്ല, മേൽക്കുമേൽ വൃദ്ധിയെ പ്രാപിക്കുക തന്നെ ചെയ്തു. ശ്രീ ശുകവുവാച ഇന്ദ്രസ്തയാഭ്യനുജ്ഞാതഃ ശുദ്ധഭാവേന തുഷ്ടയാ മരുദ്ഭിഃ സഹതാം നത്വാ ജഗാമത്രിദിവം പ്രഭുഃ. ശ്രീ ശുകമുനി അരുളി ചെയ്തു. കപടം കൂടാതെ കാര്യം മുഴുവനും തുറന്നു പറഞ്ഞതുകൊണ്ട് സന്തോഷിച്ച ദിതി ഇന്ദ്രന് സമ്മതം നൽകി. ഇന്ദ്രൻ മരുത്തുക്കളോടുകൂടി മാതൃപാദത്തിൽ നമസ്കരിച്ചു. സ്വർഗത്തിൻ്റെ അധിപനായതുകൊണ്ട് സ്വസ്ഥാനമായ സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്തു. ഏവം തേ സർവമാഖ്യാതം എന്മാം ത്വം പരിപൃച്ഛസി മംഗളം മരുതാം ജന്മ കിംഭൂയ കഥയാമിതേ. അങ്ങ് എന്നോട് ചോദിച്ചതായ ചരിത്രം മുഴുവനും ഇപ്രകാരം ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു. മരുദ്ദേവന്മാരുടെ സംഭവം ലോകത്തിന് ക്ഷേമകരമാകുന്നു. ഇനി എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ചോദിച്ചാൽ ഞാൻ പറയാം. 18-ാമത്തെ അധ്യായം സമാപിച്ചു. 19-ാം അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.